ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഞാൻ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ആച്ചയാണെങ്കിൽ ഉള്ള സത്യം മൊത്തം നമ്മുടെ കരൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, അവന് മൈൻഡ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നൊക്കെ. ഇത് കേട്ടിട്ട് നമ്മുടെ കരനാണെങ്കിൽ ആകപ്പാട് ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ കരൻ്റെ അടുത്ത്, കരൻ നിന്റെ മൈൻഡിലുള്ള തോട്ട്സ് ഒന്നും ഞാൻ അറിയണമെന്ന് ആഗ്രഹിച്ചല്ല, ഓരോ തവണ ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്. പക്ഷെ എങ്ങനെയെങ്കിലും നമ്മൾ തമ്മിൽ ടച്ച് ആവും. അപ്പൊ നിന്റെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം എനിക്കും മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു എന്നൊക്കെ. ഇതേക്ക് നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ ആച്ചി എടുത്ത്, ആച്ചി നീ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ആണെന്ന് നമ്മുടെ ആച്ചി പറഞ്ഞിട്ട് അവനാണെങ്കിൽ കൈ നീട്ടി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കരനാണെങ്കിൽ ആച്ചിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അപ്പൊ നമ്മുടെ കരന്റെ മൈൻഡിൽ ഇവനെന്തോ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പോകണോ, പക്ഷെ ഇന്ന് സ്പെഷ്യൽ ഡേ ഒന്നും അല്ലല്ലോ എന്ന് അവൻ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ കരൻ എന്താണ് പറഞ്ഞത് അതേപോലെ തന്നെ തിരിച്ചു പറയാണ്, ഇന്ന് സ്പെഷ്യൽ ഡേ ഒന്നും അല്ല, നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്, എനിക്ക് അങ്ങനെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നൊക്കെ. അപ്പൊ പിന്നെ നിനക്ക് മുമ്പേ തന്നെ അറിയാമായിരുന്നല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാന്നുള്ള കാര്യം എന്നൊക്കെ നമ്മൾ കരൻ ചോദിക്കുമ്പോഴേ ഇതേക്കുന്ന ആച്ചിയാണെങ്കിൽ എനിക്ക് മുമ്പേ തന്നെ അറിയായിരുന്നു, നിനക്ക് എന്റെ അടുത്ത് ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ കൈ എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് കരന്റെ മറ്റേ കൈയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ കരന്റെ കയ്യിലേക്ക് ഒരു ഡൗട്ടോടുകൂടി തന്നെ പിടിക്കുകയാണ്. അപ്പൊ കരന്റെ മൈൻഡിൽ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് അതൊക്കെ ഒരുമിച്ച് താമസിച്ചാലോ എന്ന് നമ്മുടെ കരന്റെ മൈൻഡ് തിങ്കിയാണ്. പെട്ടെന്ന് തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ എന്തോന്ന് അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ ആച്ചിയാണെങ്കിൽ കരന്റെ റൂമിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആച്ചിയുടെ മൈൻഡിൽ ഞാൻ എങ്ങനെ ഇവിടം വരെ വന്നേന്നൊക്കെ. അന്നേരം പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ കാരനാണെങ്കിൽ ആച്ചി എടുത്ത് ഒരുമിച്ച് താമസിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, ആച്ചി നിനക്ക് മൈൻഡ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ നിനക്ക് മനസ്സിലായി കാണും ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ ഇതിൽ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ടുകളഞ്ഞേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആച്ചിയുടെ മനസ്സ് മാറിയിട്ട് ആച്ചി കരന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ കോളും ബെല്ലടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കാരനാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ആച്ചയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെന്ന പയ്യനാന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാതെ ഇപ്പൊ നോക്കിയാൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഇവന് മൈൻഡ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നമ്മുടെ കാരനാന്നുണ്ടെങ്കിൽ ആച്ചി ചുമ്മാ തമാശ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആച്ചിയാണെങ്കിൽ ഷൂ എടുത്ത് വെക്കുന്ന ടൈമിൽ അവിടേക്കും നമ്മുടെ കരൺ വരുന്നുണ്ട്. വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആച്ചി ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മുടെ ഷൂ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ തന്നെ അടുത്തടുത്തിരിക്കണം എന്ന് പറയണേ. അപ്പൊ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അവൻ ഉറക്കെ പറയണേ. അങ്ങനെ അതിനുശേഷം നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴും അടുത്താന്നുണ്ടെങ്കിൽ ലേസും കൊണ്ടുവന്നിട്ട് പിന്നെയും ടച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെയും ടെസ്റ്റ് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ ഒരു മാങ്ക എന്ന് പറയുമ്പോഴേ കാർട്ടൂൺ പോലത്തെ ബുക്ക് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാരണമാണെങ്കിൽ ആച്ചിയുടെ മടിയിലേക്ക് വന്ന് കിടന്നിട്ട്, ആച്ചി നീയല്ലേ പറഞ്ഞ നിനക്ക് മൈൻഡ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ ആ ഒരു മാങ്ക വായിക്കുന്നതൊക്കെ നിർത്തിയിട്ട് എന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ശരി എന്താ ഞാൻ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചയാണെങ്കിൽ കരനെ ടച്ച് ചെയ്തോണ്ട് ചോദിക്കുമ്പോൾ കരന്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും നിന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റേജോണ്ടേ ഇരിക്കുന്നു പറയാണ്. ഇതേക്ക് നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ആച്ചയാണെങ്കിൽ വാഷ്റൂമിൽ ചെന്നിട്ട് അവനാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് തൊപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്കാന്നുണ്ടെങ്കിൽ കരൺ വരുന്നുണ്ട്. ഇതല്ലേ നീ നോക്കുന്നത്, എനിക്കറിയാം നിനക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചേപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ രണ്ടുപേരുടെ കൈ തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരന്റെ മൈൻഡിൽ ഇമാജിനേഷൻ വരികയാണ്. നമ്മുടെ കരൺ തന്നെ ആച്ചിയുടെ ഫേസിലേക്ക് അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ടുപേരും തമ്മിൽ റൊമാൻസ് ചെയ്യുന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് പുറയിലേക്ക് മാറുന്നുണ്ട്. കരനാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല അതൊക്കെ പോട്ടെ, നീ പറഞ്ഞില്ലേ നിനക്ക് മൈൻഡ് റീഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന്, അതും കൂടാതെ നിനക്ക് മറ്റൊരാളുടെ ഇമാജിനേഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇതേക്ക് ആച്ചയാന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയണേ. പെട്ടെന്ന് തന്നെ കരനാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട്, അയ്യോ അപ്പൊ പിന്നെ നിനക്ക് എല്ലാം മനസ്സിലായില്ലേ, അതൊക്കെ പോട്ടെ, അപ്പൊ നിനക്ക് മുമ്പേ തന്നെ ഞാൻ ഇമാജിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായതുകൊണ്ട് ചോദിക്കുമ്പോൾ ആച്ചയാണെങ്കിൽ ആണെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കരനാണെങ്കിൽ ഒരുമാതിരി എംബാരസിംഗ് ആയിട്ട് ഫീൽ ചെയ്യാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവരൊരുമിച്ച് ബോട്ടിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ കുറെ ഇമാജിനേഷൻസ് ഒക്കെ മനസ്സിൽ വന്ന് പോകുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ നമ്മുടെ ആച്ചി കണ്ടായിരുന്നല്ലോ, അതൊക്കെ ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആവാണ്. നൈറ്റ് ആകുമ്പോൾ നമ്മുടെ ആച്ചിയും കരനും കിടക്കുവാണ്. കിടക്കുമ്പോൾ കരന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. ഞാൻ ഓക്കെ ആണെന്നൊക്കെ ആച്ചി പറയുന്നുണ്ട്. ആച്ചി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൻ നെർവസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കരനാണെങ്കിൽ അവന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടക്കുവാണ്. നേരെ നമ്മുടെ ആച്ചിയെ നോക്കി കിടക്കുകയാണ്. അപ്പൊ ആച്ചി പറയുന്നുണ്ട്, നിനക്ക് ഏത് പൊസിഷനിലാണോ കിടക്കാൻ ഇഷ്ടം അതേപോലെ കിടന്നോ, ഞാൻ കുറച്ച് നെർവസ് ആണ്, കാരണം ഞാൻ എന്റെ പേരൻസിന്റെ കൂടെ അല്ലാതെ ഒരേ ബെഡ് ഞാൻ ഇതുവരെ ആരുടെയും കൂടെ ഷെയർ ചെയ്തിട്ടില്ല, അതിന്റെ കുഴപ്പമാണെന്നൊക്കെ. ഇതേക്കുന്ന കാരണമാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് നെർവസ് ആയിട്ട് ഇരിക്കുന്നതെന്ന്, ഭാഗ്യം നീ നെർവസ് ആണല്ലേ, ഞാൻ ഇപ്പോഴാണ് റിലീഫ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആച്ചി എടുത്ത്, ആച്ചി നമ്മൾ എന്തായാലും ഒരുമിച്ചല്ലേ കിടക്കുന്നത്, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട്, എന്തുവാടാ ചോദിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ. അപ്പൊ കാരണമാണെങ്കിൽ ആച്ചി എടുത്ത്, ആച്ചി ഞാൻ ഉറങ്ങുന്നവരെ നിന്റെ കൈ ഒന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മൾ ആച്ചിയാന്നുണ്ടെങ്കിൽ അവന്റെ കൈ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാരണമാണെങ്കിൽ ആച്ചിയുടെ കൈ ഹോൾഡ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന നമ്മുടെ കരന്റെ മൈൻഡിൽ ഞാൻ എന്തിനാ ഉറങ്ങുന്നത്, ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ ഇന്ന് നൈറ്റ് ഫുൾ എനിക്ക് എന്റെ ആച്ചയുടെ ഫേസ് കാണാൻ പറ്റത്തില്ലല്ലോ, പക്ഷെ എനിക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഉറങ്ങാന്നുണ്ടെങ്കിൽ ഞാൻ ബാഡ് ഡ്രീംസും എല്ലാം കണ്ടാലോ, എന്റെ ചീക്കിൽ ഒരാൾ കിസ് തരാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഡ്രീംസ് ഒക്കെ കാണായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ആച്ചിയെടുത്ത് ചോദിക്കുക, ആച്ചി വിചാരിക്കത്തില്ലേ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞാൻ അതൊക്കെ ചോദിച്ചെന്നൊക്കെ. ഇതേക്കുന്ന ആച്ചിയാണെങ്കിൽ നേരെ പോയിച്ചെന്ന് കരന്റെ കിസ് ചെയ്യാണ്. കിസ് ചെയ്തിട്ട് പറയണേ, എനിക്ക് മാജിക് പവർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ അത് യൂസ് ചെയ്യണമെന്നൊക്കെ അവനടുത്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിനക്ക് എവിടെ നിന്ന് ഈ പവർ കിട്ടിയത്, ഇനി നിന്നെ വല്ലതും കടിക്കോ വല്ലതും ചെയ്തോന്നൊക്കെ നമ്മുടെ കരനും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആച്ചയാണെങ്കിൽ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു,
പറയുന്നു 30 വയസ്സ് വരെ വെർജിൻ ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള പവറൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ പവർ കിട്ടിയതാണെന്നൊക്കെ. അപ്പൊ നമ്മുടെ കാരണമാണെങ്കിൽ ആച്ചി നിനക്കൊരു പവർ ഉള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നീ എപ്പോഴും ടച്ച് ചെയ്താലും ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുള്ള ഒരു വാക്കായിരിക്കും നീ എപ്പോഴും കേൾക്കാറ്. അതുകൊണ്ട് നീ അത് കേട്ട് കേട്ട് ബോറടിക്കാൻ പാടില്ല, അത് മാത്രം എന്റെ തലയിൽ എപ്പോഴും കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിയൊക്കെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം ആദ്യം എഴുന്നേക്കുന്നത് നമ്മുടെ കർണാന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് വന്നിട്ട് നമ്മുടെ ആച്ചിയെ വിളിക്കുകയാണ്. ആച്ചി എഴുന്നേക്ക് ഒരുപാട് ടൈം ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ നേരെ വാഷ്റൂമിൽ പോവാണ്. വാഷ്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ നേരത്തെ തന്നെ നമ്മുടെ കർണാണെങ്കിൽ ആച്ചിക്ക് വേണ്ടിയിട്ട് ബ്രഷ് ഒക്കെ തയ്യാറാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ കാണുന്നത് ബ്രെഡ് വെച്ചിട്ട് പൂ പോലുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആച്ചിക്ക്. കർണാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. അപ്പൊ നമ്മുടെ ആച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താ എനിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടെന്ന്. അതിന് നമ്മുടെ കർണാണെങ്കിൽ ഇന്നത്തെ നിന്റെ ഡേ നല്ലതായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് തന്നേക്കുന്നതൊക്കെ. ഇതൊക്കെ ആച്ചിയാണെങ്കിൽ നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. എനിക്ക് നേരത്തെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്റെ ബോയ് ഫ്രണ്ടിന് മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയില്ലേ, അപ്പൊ ഞാൻ ഇതൊക്കെ വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ. എന്നിട്ട് നിനക്ക് മാത്രം എന്താ ഡിഫറെന്റ് ആയിട്ട്, നിനക്ക് ഇതുപോലെ ഒന്നും വേണ്ടേന്നൊക്കെ നമ്മുടെ ആച്ചി ചോദിക്കുമ്പോഴേ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഞാൻ ഹാപ്പിയാണ് നിന്നെ കൊണ്ട്, അപ്പൊ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ചെറിയുടെ 2 കീച്ചേൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ കീച്ചേൻ കാണുമ്പോൾ ആച്ചി ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നീ വാങ്ങിച്ചാണോ എന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പൊ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി മടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവാണ് ഇത് നമ്മുടെ കാരൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന്. അത് മാത്രമല്ല അതിലാണെങ്കിൽ അവരുടെ പേരും എഴുതിയപ്പോണ്ട്. കൊള്ളാലോ, നിനക്ക് എല്ലാത്തിലും കഴിവുണ്ടല്ലോ, നീ തന്നെ ഇത് ഉണ്ടാക്കിയാണല്ലേ എന്നൊക്കെ നമ്മുടെ ആച്ചി ചോദിക്കുമ്പോൾ കാരണമാണെങ്കിൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, ഇത് നീ സൂക്ഷിച്ചു വെച്ചോളം പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വരുന്നത് ഓഫീസിലേക്കാണ്. ഓഫീസിൽ വരുമ്പോൾ അവിടെ ഒരുമാതിരി സെലിബ്രേഷൻ മോഡാണ്. എന്ത് പറ്റിയെന്ന് ഇവര് തിരക്കുമ്പോൾ നമ്മുടെ റോക്കിനാന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടിയേക്കാണ്. പെട്ടെന്ന് തന്നെ റോക്കാന്നുള്ള പയ്യുടെ അടുത്ത് ഹലോ മാഡം, ഞാനിപ്പോ സീനിയർ ആയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ഫുഡും ജ്യൂസൊന്നും വാങ്ങിച്ചോണ്ട് വരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പയ്യാണെങ്കിൽ എന്തോടാ നീ ഇപ്പൊ പറഞ്ഞത്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന്. അയ്യോ മേഡം ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ, ഞാൻ ഇനി എത്ര സീനിയർ ആയാലും ശരി തന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നു നമ്മുടെ റോക്ക് പറയുന്നുണ്ട്. അതിനുശേഷം റോക്കാണെങ്കിൽ നേരെ നമ്മുടെ ആച്ചി എടുത്ത് ചോദിക്കാണ്, ആച്ചി അതൊക്കെ പോട്ടെ, ഞാൻ പ്രൊമോഷനായിട്ട് ഞാനൊരു സീനിയർ ആയി, നീ പ്രൊമോഷൻ ആവുന്നുണ്ടെങ്കിൽ നിനക്ക് ഏത് സ്ഥാനം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിഷമിക്കുകയാണ്. കാരണം അവൻ ഇത്രയധികം വർഷം അവിടെ ജോലി ചെയ്തിട്ട് അവൻ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ ഇപ്പോഴും ഒരു അഡ്മിൻ തന്നെയാണ്. ഇതേക്കുന്ന ദുജിന് വായിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവരാണെങ്കിൽ റോക്കിന് കണക്കിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ കാരണമാണെങ്കിൽ ആച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട് വിഷമമുണ്ട്. അവൻ ഓക്കെ ആണോ എന്തോന്നും അറിയാൻ വയ്യാത്തോണ്ടാണ്. അടുത്ത സീനിൽ നമ്മുടെ റോക്കാണെങ്കിൽ പുതിയ ID കാർഡൊക്കെ ഇട്ടിട്ട് പയ്യുടെ അടുത്ത് നിന്നിട്ട് പൈ നോക്കി എങ്ങനെയുണ്ട് ID കാർഡ്, ഞാൻ ഹാൻഡ്സം അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പയ്യെ വിടുന്ന മട്ടൊന്നുമില്ല. പയ്യാന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഇത്ര ഓവറായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ രണ്ടുപേരും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്, നീ ഇപ്പൊ സീനിയറായി അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ രണ്ടും ചെയ്യുന്നത് വേറെ വേറെ പ്രോജക്റ്റ് ആയിരിക്കും. ഇദ്ദേഹം റോക്കാന്നുണ്ടെങ്കിൽ എന്തോന്ന് വേറെ വേറെ പ്രോജക്റ്റാ, നീ ഇപ്പൊ എന്റെ ജൂനിയർ ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ രണ്ടുപേരും വേറെ വേറെ പ്രോജക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. എന്നാലും നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ അടുത്തൊന്ന് ചോദിക്കാന്നൊക്കെ പൈ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ റോക്കാണെങ്കിൽ ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു ക്യാൻഡി എടുത്തിട്ട് നമ്മുടെ പൈക്ക് കൊടുക്കുന്നുണ്ട്. പൈ ആണെങ്കിൽ ക്യാൻഡി കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റോക്കാണെങ്കിൽ പൈയുടെ അടുത്ത് പൈ എന്റെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരാൾ വരാന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ നോക്കാൻ ഇപ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ എവിടേക്കോ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഷൈ ആവുന്നുണ്ട്. റോക്ക് വിചാരിക്കുന്നത് അവൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഷൈ ആവുന്നതാണ്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് നീ ഷൈ ആയോ എന്നൊക്കെ. പെട്ടെന്ന് തന്നെ അവിടേക്കാന്നുണ്ടെങ്കിൽ ദുജ് വന്നിട്ട് BL ഫാൻ ഗേൾ, നീ ഒരു കാര്യം ചെയ്യും, ഒരാളെ കണ്ടുപിടിക്കും, ചുമ്മാ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നിടത്തോട്ട് നോക്കി ഇന്ന് ഷൈ ആവാതെന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ റോക്ക് ശ്രദ്ധിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചയും കണ്ണുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ റോക്കാണെങ്കിൽ അവിടെ നിന്ന് മാറിയിരുന്നിട്ട് ഇവളിനി എപ്പോഴാണോ എന്നെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓഫീസ് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് ആച്ചയും കണ്ണുകൂടി ഇറങ്ങി വരികയാണ്. അപ്പൊ കാരണമാണെങ്കിൽ ആച്ചി എടുത്ത് പറയുന്നുണ്ട്, ആച്ചി നീ വേണമെങ്കിൽ ജിൻഡയുടെ കൂടെ പോയിക്കോ, ഞാൻ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് റൂമിലേക്കൊക്കെ പോവാന്ന്. പെട്ടെന്ന് തന്നെ ആച്ചി ആണെങ്കിൽ ഇല്ല, ജിൻഡ എന്നെ മാത്രമല്ല ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, നിന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണെന്നാ പറഞ്ഞെന്നൊക്കെ. അങ്ങനെ രണ്ടേയും കൂടി ചേർന്നിട്ട് നമ്മുടെ ജിൻഡയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ ജിൻഡയെ അടുത്ത് നമ്മുടെ ആച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്നെ വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ സംസാരിച്ചത്, എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ജിൻഡ ആണെങ്കിൽ എന്ത് പറ്റിയെന്നോ, എന്റെ നോവലാന്നുണ്ടെങ്കിൽ സീരിയസ് ആക്കാൻ വേണ്ടി പോവാണ്, അടുത്ത വർഷം അവസാനത്തോട് തന്നെ അത് സീരിയസ് ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആച്ചിയും ജിൻഡയും കൂടി ഭയങ്കരമായിട്ട് ഹാപ്പി വന്നിട്ടുണ്ട്. അന്നേരം ആച്ചയാണെങ്കിൽ ജിൻഡ എടുത്ത് ജിൻഡ നീ എന്റെ അടുത്ത് 5 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ, നിന്റെ നോവൽ സീരിയസ് ആക്കാന്നുണ്ടെങ്കിൽ നീ എനിക്ക് ചെലവ് ചെയ്യാന്നൊക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചെയ്തില്ലേ, നമ്മൾ ഇവിടെ വെച്ചല്ലേ സംസാരിച്ചത്, ഇപ്പൊ 5 വർഷം കറക്റ്റ് ആയിട്ട് കഴിയുകയും ചെയ്ത്, ഞാൻ നിനക്കുള്ള ചെലവ് നടത്താന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ സംസാരം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ജിൻഡ എന്നുണ്ടെങ്കിൽ കരനെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ കരന്റെ അടുത്ത് ഹായ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഫുഡൊക്കെ എൻജോയ് ചെയ്യാനും പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജിൻഡ ആണെങ്കിൽ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കാൻ വേണ്ടി പോവാണ്. ജിൻഡ ഡ്രിങ്ക്സ് കുടിക്കുന്ന കാണുമ്പോൾ നമ്മുടെ കാരനാണെങ്കിൽ ആച്ചി എടുത്ത് പറയുന്നുണ്ട്, ആച്ചി നിനക്ക് ഡ്രിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഡ്രിങ്ക് ചെയ്തോ, നിന്നെ ഞാൻ നോക്കിക്കോളാന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ജിൻഡ ആണെങ്കിൽ അയ്യോ അവൻ കുടിക്കാനൊന്നും വേണ്ട, അവൻ കുടിച്ചു ഞാൻ ശരിയാവത്തില്ല എന്നൊക്കെ. എന്തുപറ്റി ആച്ചി മുമ്പ് ഒരിക്കലും ഡ്രിങ്ക് ചെയ്തിട്ടില്ലേ എന്ന് നമ്മുടെ കാരണം ചോദിക്കുകയാണ്. അപ്പൊ ആച്ചി ആണെങ്കിൽ ഞാൻ മുമ്പ് അങ്ങനെ ഡ്രിങ്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ കാര്യം പോക്കാണെന്നൊക്കെ പറയണേ. അതൊന്നും കുഴപ്പമില്ല, നീ എന്തായാലും കുടിച്ചോളാൻ പറയുന്നുണ്ട് നമ്മുടെ കാരന്. അങ്ങനെ 3 പേരും കൂടി ഡ്രിങ്ക് ചെയ്യാണ്. 3 പേരും കൂടി ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ജിൻഡ
ജിൻഡി ആച്ചിയും കൂടി ചേർന്നിട്ട് മത്സരം വെക്കുകയാണ്, ആരാണ് ഫസ്റ്റ് കുടിച്ചു തീർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ ആച്ചി ഡ്രിങ്ക് ചെയ്യുമ്പോൾ അവന്റെ മേത്തോടെ ഫുള്ള് ഡ്രിങ്ക്സ് വന്ന് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാരണമാണെങ്കിൽ ആച്ചി പതിയെ കുടിക്കുക, നീ ഇപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല, നിന്റെ പേര് MT ആണ്, അങ്ങനെ ഡ്രിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജിൻഡി എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ആച്ചിയുടെ കൈ പിടിച്ചിട്ട്, ആച്ചി നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ ജിൻഡി എടുത്ത് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവൻ തിരിച്ചിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ജിൻഡി എന്നുണ്ടെങ്കിൽ എന്തെന്ന്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ റിലേഷൻഷിപ്പ് ഇല്ലല്ലേ, എന്നിട്ട് നിന്റെ വെർജിനാലിറ്റി അത് ഇതുവരെ നഷ്ടപ്പെട്ടില്ലേ, നിനക്ക് ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ. പെട്ടെന്ന് തന്നെ ആച്ചി എന്നുണ്ടെങ്കിൽ നീ എന്നെ ഇങ്ങനെ ടീസ് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഇങ്ങനെ കൈ കൊടുത്തിട്ട് പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന കാണുമ്പോൾ കാരണമാണെങ്കിൽ പെട്ടെന്ന് എന്തോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജിൻഡി എന്നുണ്ടെങ്കിൽ അയ്യോ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് മുഖത്തോട് മുഖം നോക്കിയിരുന്നു അത്ര ഉള്ളെന്നൊക്കെ. അപ്പൊ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവുകയാണ് ജിൻഡയ്ക്ക് ഇതേപോലെ വല്ല പവർ ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ജിൻഡി അടുത്ത് ചോദിക്കുമ്പോൾ ജിൻഡി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എനിക്കും അങ്ങനെ ഒരു പവർ ഉണ്ടെന്നങ്ങ് പറയാണ്. അപ്പൊ നമ്മുടെ കാരനാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് ഓഫീസിൽ വെച്ച് പരസ്പരം ടച്ച് ചെയ്ത് സംസാരിച്ചത് ആ ഒരു കാരണം കൊണ്ടാണല്ലേ എന്നൊക്കെ. നമ്മുടെ ജിൻഡി ആണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണ്, പക്ഷെ നീ ജലസാവേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ ടൈപ്പേ അല്ല ആച്ചി, എനിക്ക് ആച്ചിയൊന്നും വേണ്ടാന്ന് പറയണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ പഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ജിൻഡി എന്നുണ്ടെങ്കിൽ നീ എന്നെ പഞ്ച് ചെയ്യടാ, ആഹാ എന്നാ നീ പഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാതെ ഞാൻ ഇപ്പൊ നിന്റെ പഞ്ച് ചെയ്യുന്നൊക്കെ പറയണേ. അപ്പൊ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ക്യൂട്ടായിട്ടൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നമ്മുടെ ആച്ചി ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, നിനക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്ന് ഞാൻ അറിയാതെ പോയില്ലേ, നിനക്ക് ഇതേപോലെ പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് പഞ്ച് ചെയ്തോളം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആച്ചി കാരണം കൂടി പഞ്ച് ചെയ്യുന്ന പോലെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ജിൻഡി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് നമ്മുടെ മിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. മിൻ നാളെ നീ ഫ്രീ ആണോ, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവിടുത്തെ റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആച്ചിയെ കാരണം എടുത്തോണ്ട് വരുവാണ്. അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കാരണം ചോദിക്കുന്നുണ്ട്, ആച്ചി നിനക്ക് എന്താ പറ്റിയത്, എന്താണെങ്കിലും എന്റെ അടുത്ത് തുറന്നു പറഞ്ഞോളാൻ. അത് വേറൊന്നുമല്ല, എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിൻഡയ്ക്ക് അവൻ എഴുതിയ നോവല് അത് സീരിയസ് ആക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ റോക്കിന്റെ കാര്യം, അവനിപ്പോ പ്രൊമോഷൻ കിട്ടി. ആക്ച്വലി എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല, എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എനിക്ക് എന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ അവസാനിച്ചിരിക്കുകയാണ്, എനിക്ക് ഇതുവരെ മുന്നേറാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. ഇതേക്കുന്ന കാരണമാണെങ്കിൽ ആര് പറഞ്ഞു നിനക്ക് മുന്നേറാൻ പറ്റിയിട്ടില്ല എന്ന്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നാലല്ലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷെ എനിക്ക് 30 വയസ്സായാലേ ഇനിയെപ്പോഴാ ടൈം എന്നൊക്കെ നമ്മുടെ ആച്ചി ചോദിക്കുമ്പോൾ 30 വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ വയസ്സൊന്നും അല്ല ആച്ചി, ചിലപ്പോൾ നിനക്ക് 30 വയസ്സായിരിക്കും എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ് ആവുക, എന്റെ മനസ്സെന്താണോ പറയുന്നത് അതേപോലെ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ കരണ്ട് എടുത്ത് താഴെ ഇറക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാരനാണെങ്കിൽ ആച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ആച്ചി. ഇതേക്കുന്ന ആച്ചി ആണെങ്കിൽ പെട്ടെന്ന് കരനെ ഹഗ് ചെയ്യുന്നുണ്ട്. കാരണം നീ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാരനാണെങ്കിൽ തിരിച്ച് നീ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അതിനും താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മിന്നെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരിടത്തിരിക്കുകയാണ്. അപ്പൊ അവന്റെ ഷൂ ആണെന്നുണ്ടെങ്കിൽ ഇളകിപ്പോയേക്കാണ്. അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്ക് അങ്ങനെ നമ്മുടെ ജിൻഡ വരുന്നുണ്ട്. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ബോക്സ് ഉണ്ട്, ബോക്സിനകത്ത് ഷൂ ആണ്. അത് കൊണ്ടുവന്ന പടത്തിനെ നമ്മുടെ മിന്റെ നേർക്ക് നീട്ടിട്ട് മിൻ ഇതൊരു താങ്ക് യു ഗിഫ്റ്റ് ആണെന്ന് പറയണേ. പെട്ടെന്ന് തന്നെ മിന്നാന്നുണ്ടെങ്കിൽ താങ്ക് യു ഗിഫ്റ്റോ, അതെനിക്ക് മുമ്പേ എന്നെ തന്നിട്ടുള്ളതല്ലേ, അതായത് ഇവര് മുമ്പ് ഒരിക്കലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ. ജിൻഡയ്ക്ക് ആ ഒരു നോവൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോ തന്നെ അപ്പൊ അത് ആലോചിച്ചിട്ടാണ് നമ്മുടെ മിൻ പറയുന്നത്. അപ്പൊ ജിൻഡ പറയുന്നുണ്ട് ഇത് താങ്ക് യു ഗിഫ്റ്റ് ആണ്, പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല, ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ മിന്നാന്നുണ്ടെങ്കിൽ എന്താന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ജിൻഡ എന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്, നീ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലേന്ന് പോലും ഞാൻ തിരക്കാറില്ല, അതേപോലെ തന്നെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാറില്ല, നീ വീട്ടിൽ എത്തിയൊന്നും വിളിച്ച് തിരക്കാറുമില്ല, പിന്നെ ഇതിനൊക്കെയുള്ള അധികാരം ഉണ്ടോന്ന് എനിക്ക് അറിയത്തതുമില്ല, പക്ഷെ എനിക്ക് നിന്റെ മേലിൽ ലവ് ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ എന്തൊന്നും ലവാ, എനിക്ക് നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മുതൽ നിന്റെ അടുത്ത് ഇഷ്ടം തോന്നിയതാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പ്ലീസ് നീ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഷൂ നമ്മുടെ മിന്നെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുവാണ്. നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ആ ഷൂ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് വെച്ചിരുന്ന് ജിൻഡയെ പിടിച്ച് നിർത്തിയിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് വന്ന് നിന്റെ ലവ് കൺഫേസ് ചെയ്ത് നീ ഇവിടുന്ന് പോകാണ്ടി പോകണോ, എന്റെ ഒരു മറുപടി നിനക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ എന്താ മറുപടി എന്ന് ചോദിക്കാണ്. അതിൽ ഞാൻ ഓക്കെ ആണെന്ന് പറയണേ. എന്തെന്ന്, നിന്റെ ലവിലും നീ തന്ന ഗിഫ്റ്റിലും എല്ലാത്തിനും ഞാൻ ഓക്കെ ആണെന്ന് പറയണേ. അങ്ങനെ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പിയാണ്. ഞാനിപ്പോ ഹാപ്പിയാണ്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുവാണ്. മിന്നാന്നുണ്ടെങ്കിൽ അവൻ പോയ വഴിക്ക് നോക്കിയെന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഓഫീസിലാണ് കാണിക്കുന്നത്. ഓഫീസിൽ നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ റെസിഗ്നേഷൻ ലെറ്ററും വെച്ചോണ്ട് ഇത് എങ്ങനെയാണോ ഞാൻ ബോസിന് കൊടുക്കാന്നൊക്കെ ആലോചിച്ച് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് പയ്യെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോസ് അവിടേക്ക് വന്നിട്ട് ആച്ചി എന്റെ റൂമിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ആച്ചയാന്നുണ്ടെങ്കിൽ ബോസിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ബോസിന്റെ അടുത്തേക്ക് എന്ന് പറയുന്നുണ്ട് ആക്ച്വലി എനിക്ക് ഈ അഡ്മിൻ റോൾ വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് റെസിഗ്നേഷൻ ലെറ്റർ തരാൻ വേണ്ടി വന്നേന്നൊക്കെ പറയുമ്പോൾ ബോസ് ആണെങ്കിൽ അഡ്മിൻ എന്ന് പറയുന്നത് അതൊരു ബാഡ് ആയിട്ടുള്ള റോൾ അല്ലല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ആച്ചയാണെങ്കിൽ അഡ്മിൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബാഡ് അല്ല, പക്ഷേ ബാക്കിയുള്ള പൊസിഷൻ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, എനിക്ക് ഇനിയും വളരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, ഈ ഒരു പൊസിഷൻ എനിക്ക് മാറണമെന്ന് പറയണേ. പെട്ടെന്ന് ബോസ് ആണെങ്കിൽ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് വേറെ റോൾ തരാന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ ആച്ചി എന്നിട്ട് ഹാപ്പി ആവുന്നുണ്ട്. നമുക്ക്
നമുക്ക് വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണ്. നീ അവിടെ പോയി ചെന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നീ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് ഞാൻ പ്രൊമോഷൻ തരാന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആഴ്ചയെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു മാസത്തേക്ക് നീ ഇവിടെ വിട്ട് പോകേണ്ടി വരും, നീ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആഴ്ചയെന്നുണ്ടെങ്കിൽ സാഡ് ആവാണ്. അതിനുശേഷം ആ ഒരു പേപ്പർ പുതിയതായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോലെ അതിന്റെ ആ ഒരു പരസ്യ പേപ്പറായിട്ട് ഇവനിങ്ങനെ ഇരുന്ന് ആലോചിക്കാണ്. ഒരു മാസം ഞാൻ എങ്ങനെയാണ് കാരണം കാണാതിരിക്കാൻ, എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം കാണാതിരിക്കാൻ. ഞാനിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഇരിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായി ഞങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തില്ല. അവന്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്. അപ്പൊ ഇതെല്ലാം മോളിൽ നിന്നുണ്ട് നമ്മുടെ പായി കണ്ടോണ്ടിരിക്കുകയാണ്. പയ്യാന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ റോക്കിന്റെ അടുത്ത് ഞാൻ കണ്ടായിരുന്നു ബോസ് ആച്ചിയെ വിളിക്കുന്നത്, അത് മാത്രമല്ല അവന്റെ കയ്യിലാന്നുണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പർ ഉണ്ടായിരുന്നു. അവൻ ഇനി ഇവിടെ അങ്ങനെ റിസൈൻ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യും, എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. ഇതേക്കുന്ന റോക്കിനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഡൗട്ട് അടിക്കുകയാണ്. നിനക്ക് ശരിക്കും ആച്ചിയെ ഇഷ്ടമാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെ പണ്ടത്തര പറയുന്നത്, എനിക്ക് ആച്ചിയെ ഇഷ്ടമാണെന്നോ? എനിക്ക് അങ്ങനത്തെ രീതിയിലൊന്നും ആച്ചിയെ ഇഷ്ടമല്ല. പക്ഷെ ആച്ചി ഓഫീസ് ഇല്ലാത്തത് എന്നെ കൂടെ തിങ്കിക്കാനേ പറ്റത്തില്ല. നീ എപ്പോഴെങ്കിലും ആച്ചിയുടെ ഫേസിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ എന്തോരം ക്യൂട്ടാണ്, അവനാണ് എന്റെ ഇൻസ്പിറേഷൻ എന്നൊക്കെ അവള് പറയുന്നുണ്ട്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തൊക്കെ പറയുന്നതെന്ന് നമ്മുടെ റോക്ക് വയ്ക്കുമ്പോഴേ. അതോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ആച്ചിയും കാരണം ഇല്ലാത്ത ഓഫീസിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതോ ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ. നിനക്ക് അവളുടെ മേലൊരു ഫീലിങ്സ് ഇല്ലാന്നും പറയുന്നു, പിന്നെ നീ അവരെ ആലോചിച്ചിട്ട് വറീഡാവുകയും ചെയ്യുന്നത്. ഇതിലേക്ക് മീനിങ് എന്താണെന്ന് നമ്മുടെ റോക്ക് ചോദിക്കുന്നുണ്ട്. റോക്കിനെ അറിയില്ലല്ലോ ഇവളൊരു ബീൽ ഫാൻ കേളാണെന്ന്. പെട്ടെന്ന് തന്നെ ഇവളാണെന്നുണ്ടെങ്കിൽ എന്റെ നെർവസും കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, നീ നിന്നെ വാടച്ചു വയ്ക്കാൻ പറയുന്നുണ്ട്. ഇതേക്കുന്ന റോക്കാണെങ്കിൽ സീനിയർ, എന്നെക്കാളും നന്നായിട്ട് നിന്നെ മനസ്സിലാക്കാൻ വേറെ ആരില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ മന്ദോതിയായ പയ്യാണെങ്കിൽ അതിനെ പറ്റി ഒന്നും ആലോചിക്കാതെ ആച്ചിയും കണ്ണെ പറ്റിയാണ് ആലോചിക്കുന്നത്. അവര് രണ്ടുപേരും ഇവിടുന്ന് പോകാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ ഷിപ്പ് ചെയ്യും? ദുജും ബോസും സൂപ്പർ ആയിരിക്കും അല്ലേ, എന്നാ പിന്നെ അവരെ തന്നെ അങ്ങ് ഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കർണ ആച്ചിയാണ്. അപ്പൊ കർണൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, പ്രോഗ്രസ് ആയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ എന്തോന്ന് പ്രോഗ്രസ്, ഒന്നും നടന്നില്ല എന്നൊക്കെ നമ്മുടെ ആച്ചി പറയണേ. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ബോസ് അല്ലേ ആള്, നിനക്ക് എന്തായാലും നിന്റെ സ്കില്ലിനനുസരിച്ച് സൂട്ട് ആവുന്ന ഒരു റോള് തന്നെ നമ്മുടെ ബോസ് തരും എന്നൊക്കെ കരൺ പറയുന്നുണ്ട്. നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ആ നോക്കാന്ന് പറഞ്ഞിട്ട് അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. കാരണം പിന്നെ കാര്യമൊന്നും മനസ്സിലാവാതെ അവനും പറയാൻ പോവാണ് അവന് എന്താ പറ്റിയെന്നുള്ള രീതിയിൽ. അങ്ങനെ അതിനുശേഷം റൂമിൽ വന്നിട്ട് നമ്മുടെ ആച്ചിയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോസ് ആണെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് വേറൊരു സിറ്റിയാണ്. ആ ഒരു സിറ്റിയെ പറ്റിയിട്ടൊക്കെ ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ കരനാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ആച്ചിയുടെ തല തോർത്തി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കരന്റെ മൈൻഡിൽ ആച്ചിക്ക് ഒരു തരത്തിലുള്ള അസുഖം ഉണ്ടാവാൻ പാടില്ല, നല്ല കാര്യം, അവനിപ്പോ വർക്ക് ബിസിയാണ്, അവനെ കെയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇതേക്കുന്ന ആച്ചിക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവാണ്. അങ്ങനെ പിറ്റേ ദിവസം മീറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ബോസ് ആണെങ്കിൽ കരന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കരൺ ഞാൻ ആച്ചിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആച്ചി അതിനെന്താ മറുപടി പറഞ്ഞത്? എനിക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇരിക്കുകയാണ്, അപ്പൊ രണ്ടുപേരും രണ്ട് സിറ്റിയിൽ ഒരു മാസം താമസിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന്, എന്നാലും അവന്റെ അടുത്ത് ഇന്ന് തന്നെ ഒരു ആൻസർ പറയണമെന്നൊക്കെ നമ്മുടെ ബോസ് ആണെങ്കിൽ കരന്റെ അടുത്ത് പറയുന്നുണ്ട്. കരനാണെങ്കിൽ ഒരുമാതിരി ഷോക്കായിട്ട് ആ ഓക്കെ ബോസ് ഞാൻ പറയാന്നൊക്കെ പറയുന്നുണ്ട്. അവന് ഇതുവരെ ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ അവന് നേരെ വരുന്ന നമ്മുടെ ആച്ചിയുടെ അടുത്തേക്കാണ്. ആച്ചി നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരിടത്ത് വന്നിട്ട് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ കരൺ ചോദിക്കുന്നുണ്ട്, ആച്ചി എന്റെ അടുത്ത് ഇങ്ങനെ ബോസ് പറഞ്ഞായിരുന്നു, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ. ആ ആണെന്ന് നമ്മുടെ ആച്ചി പറയണേ. ഞാൻ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഓൾറെഡി തന്നെ ഞാൻ അതിനുള്ള ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ നോ പറയാൻ വേണ്ടി പോവാണ്, നിനക്ക് എന്റെ അടുത്ത് ദേഷ്യം വല്ലതും ഉണ്ടോ ഇത് പറയാത്തേന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴ് നമ്മുടെ കാരണമാണെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, ഞാൻ ഇത് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോക്ക് ആയി പോയി, അത്രേ ഉള്ളൂ, അതൊക്കെ പോട്ടെ, നീ എന്തുകൊണ്ടാ നോ പറയുന്നതെന്ന് നമ്മുടെ കാരണം ചോദിക്കുമ്പോഴ് അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോകാന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും, അപ്പൊ എന്റെ വർക്കിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ട്, ഞാൻ ഇവിടുന്ന് പോകാന്നുണ്ടെങ്കിൽ നിന്റെ മൈൻഡ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല, നീ എന്താണ് മൈൻഡ് തിങ്ക് ചെയ്യുന്ന പോലും എനിക്ക് അറിയാൻ സാധിക്കത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് അത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ ആച്ചി പറയുന്നുണ്ട്. നീ എന്തൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, നീ എന്റെ മൈൻഡ് റീഡ് ചെയ്തില്ലേലും ഞാൻ നിന്റെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ടേ പറയത്തുള്ളൂ, എന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് മാത്രമേ ഞാൻ നിന്റെ അടുത്ത് പറയത്തുള്ളൂ, ഞാൻ ഒരിക്കലും നിന്റെ അടുത്ത് കള്ളം പറയത്തില്ല, നമ്മൾ എന്തായാലും ലൈഫ് ലോങ് ഒരുമിച്ചായിരിക്കും, പിന്നെ ഒരു മാസം വെയിറ്റ് ചെയ്യുന്നതിന് അതിനൊട്ടും തന്നെ എനിക്ക് പാടില്ല എന്നൊക്കെ നമ്മുടെ ആച്ചി അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആച്ചി എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിലീഫ് ആവാണ്, നിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതേപോലെ തന്നെ നീ ചെയ്യും, എന്തായാലും ഇതേപോലെ ഒരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരത്തില്ല, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാൻസ് അല്ലേ, നിന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും, അതിനി എത്ര വിഷമത്തിലായാലും എന്തിലായാലും ശരി ഞാൻ നിന്നോട് കാണുമെന്നൊക്കെ നമ്മുടെ കരൺ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആച്ചി ആണെങ്കിൽ ബോസിനെ മീറ്റ് ചെയ്യാണ്ട് വരികയാണ്. ബോസ് ആണെങ്കിൽ ആച്ചി ഓക്കെ പറഞ്ഞപ്പോ തന്നെ പറയുന്നത് അവിടെ ഇന്റർനെറ്റ് സൗകര്യമൊക്കെ കുറവായിരിക്കും, അതേപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ബാഡ് ആയിരിക്കും, പിന്നെ അവിടെയുള്ള എംപ്ലോയീസ് എന്നൊക്കെ പറയുന്നത് നിന്നെ വലിയ രീതി മാനിക്കുന്നൊന്നുമില്ല, കാരണം നീ ഇപ്പോഴും എങ്ങാണല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ നീ ഇതിൽ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആച്ചിയുടെ മൈൻഡില് ഞാൻ എല്ലാ കാര്യത്തിലും ഓക്കെ ആണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, അങ്ങനെ അതും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നമ്മുടെ കരന്റെ റൂമിൽ പോയി ചെന്ന് താമസിക്കാൻ പോകുന്നുണ്ടല്ലോ, ശരിക്കും അവൻ ആ ഒരു കാര്യത്തിൽ ഓക്കെ ആണെന്ന് അവന് തന്നെ അറിയത്തില്ല, പക്ഷെ അവനിപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഓക്കെയാണ്, അവനൊന്നിനും തന്നെ ഇപ്പൊ പേടിയില്ല, എന്നിട്ട് അവൻ നേരെ ബോസിന്റെ അടുത്ത് ഓക്കെ പറയാണ്. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന കരനെയാണ്. കരണാണെങ്കിൽ ആച്ചിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, റിസൾട്ട് എന്തോന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ആച്ചി വരുന്നത്. ആച്ചി ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ കരൺ ചോദിക്കുന്നുണ്ട് എന്തായാലും സെറ്റ് ആയോ എന്നൊക്കെ.
പെട്ടെന്ന് തന്നെ ആശയാന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ കാരനെ അങ്ങ് ഹഗ് ചെയ്യാണ്. ഹഗ് ചെയ്ത പാടെ തന്നെ ആശയാന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ബോസിന്റെ അടുത്ത് ഓക്കെ പറഞ്ഞെന്നൊക്കെ. നമ്മുടെ കാരനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ആച്ചി നിന്നെ പറ്റി ആലോചിച്ച് ഞാൻ ഇപ്പൊ പ്രൗഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അതിനുശേഷം നമ്മുടെ കാരനാണെങ്കിൽ കിസ് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ആച്ചി തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവാണ്. അപ്പൊ നമ്മുടെ ആച്ചിയുടെ മൈൻഡില് എനിക്ക് എല്ലാ കാര്യത്തിനും കരൺ ധൈര്യം തന്നിട്ടുണ്ട് ഇതിന് പോലും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആശയാണെങ്കിൽ നേരെ പിടിച്ചിരുന്ന് കരനെ കിസ് ചെയ്യാണ്. നമ്മുടെ കരനാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. പിന്നെ അതിനുശേഷം രണ്ടുപേരും പരസ്പരം മുഖത്തോക്കി ചിരിച്ചിട്ട് പിന്നെയും കിസ് ചെയ്യാണ്. സോ ഒരു ക്യൂട്ടായിട്ടുള്ള മൊമെന്റ് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ബേബ്സ് ടാറ്റാ ബൈ ബൈ.